മറ്റുള്ള പഴയ കുളി പോലെയല്ല, പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പൊ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ട് എങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യമില്ല. ചില്ലറക്കാരനെയാണോ അപ്പുണ്ണിമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര വടിവ്? മെയ് വഴക്കമാണെങ്കിൽ പറയേം വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും വിലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി ഇത് പോയാൽ കഴിഞ്ഞു. അയ്യോ, എന്റെ കണ്ണി അച്ചു. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം കുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അതില്ല, പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? ചെയ്യാം. സൂര്യ നമസ്കാരം അല്ലേ? ആവാം. റെഡി, നോക്കിക്കോ. സ്വാമി സ്വാമി. എന്ത് പറ്റി മാഷെ? മാഷെ എന്ത് പറ്റി മാഷെ? അതെ, ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തതാ. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞ. അത് ശരി. എന്നാൽ ചയന പ്രദക്ഷിണാവാം. കിടന്നോളൂ കിടന്നോളൂ. അനുഗ്രഹമൊക്കെ ഉണ്ട്. മതി മതി മതി, കിടന്നോളൂ. അയ്യപ്പ ശരണം. മലർന്ന് മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ, വലത്തോട്ട്. സ്പീഡില് സ്പീഡില് സ്പീഡില്. എന്നിട്ട് എത്രയാ വച്ചിരിക്കുന്നത്? കൂടുതലാണെങ്കിൽ എടുത്തോളാം. ഏതായാലും സാവിത്രിക്കുട്ടി വിളമ്പിയതല്ലേ, കഴിച്ചോളാം. ചട്നി വെച്ചു. മതി. മാമിയില്ലേ? ഉണ്ട്. കടയിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. തച്ചോളി ഒതേനൻ അനന്തുവിന്റെ ആരാ? അത് എന്റെ ഒരു വല്യമ്മാവനായിട്ട് വരും. അതായത് എന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ മകൻ. അല്ല, മുത്തശ്ശിയുടെ ചേച്ചിയുടെ അമ്മയുടെ മകൻ. പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന വാളും പരിചയും തോക്കും കത്തിയും വടിയും ഒക്കെ വീട്ടിലുണ്ട്. അതൊക്കെ ഉപയോഗിച്ചാ ഞാൻ കളരി പഠിച്ചത്. ഒതേൻ അമ്മാവനെ അനന്ത് കണ്ടിട്ടുണ്ടോ? പിന്നെ ഇല്ലേ, അടുത്ത കാലത്ത് ടി വിയിൽ ഉണ്ടായിരുന്നല്ലോ. ടി വിയിലോ? അമ്മാവനെ കുറിച്ചുള്ള സിനിമ തച്ചോളി ഒതേനൻ സത്യനൊക്കെ അഭിനയിച്ച അഞ്ജന കണ്ണെഴുതി എന്നുള്ള പാട്ടുള്ള കണ്ടില്ലേ? അതാണോ? നല്ല ഐശ്വര്യമുള്ള മുഖം. ഞങ്ങളുടെ തറവാട്ടില് എനിക്ക് മാത്രമേ ഒതേൻ അമ്മാവന്റെ മുഖം കിട്ടിയിട്ടുള്ളൂ എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. അനന്ത് വന്നത് നന്നായി. ഇപ്പൊ ഒരു പെമ്പിള്ളേരെ ശല്യമൊന്നും ചെയ്യാറില്ല. ഞാൻ അവന്മാരെ ശരിക്കും വിരട്ടി നിർത്തിയിരിക്കല്ലേ. ഇപ്പോ താമസം മാറ്റാൻ വേറെ വീട് അന്വേഷിക്കുന്നതായിട്ടാണ് അറിവ്. ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കും. അയ്യോ വേണ്ട, പതിവില്ലാതെ എനിക്കിന്ന് ഇഡ്ഡലിയുടെ കണക്ക് തെറ്റി. പറ്റേ മമ്മി. എന്താ? ഞാൻ എന്റെ കൂടെ എടുക്കാൻ മറന്നുപോയി. ഞാൻ പോയി എടുത്തോണ്ട് വരാം. നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. വേണ്ട, നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ അങ്ങോട്ട് വന്നേക്കാം. മുരളീട്ടാ, ഇങ്ങോട്ട് വരുന്ന ആരാ പറഞ്ഞേ? എന്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. മുരളീനെ കണ്ടപ്പോ അവരെ അവിടെ ഞാൻ എന്ത് പാടുവിട്ടെന്നറിയാമോ? കവലപ്പെടാതമ്മ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? ഇപ്പൊ ഇവിടെ വരെ എന്താ കാര്യം? അവനുണ്ടല്ലോ, ആ തച്ചോളി ഓതേനന്റെ വീട്ടിലെ അലക്കുകാരിയുടെ മോൻ. സ്വാമിക്ക് 2 പെമ്പിള്ളേരുണ്ടെന്ന് വെച്ച് ഞങ്ങൾക്കാർക്കും അനങ്ങാൻ പാടില്ലെന്നാ.
ഇനി അവൻ എന്തെങ്കിലും പറഞ്ഞു വന്നാ ഒന്നവൻ എന്റെ കൈ മേടിക്കും. അനന്തുവിനോടൊന്നും ചെന്നേറി വഴക്കിന് പോയല്ലേ? ഉം. ചൂണ്ടുമർമ്മ അറിയാവുന്ന ആളാ. അയാള് വിരല് ചൂണ്ടി മുരളേട്ടനെ എവിടെയെങ്കിലും നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് കാണണമെങ്കിൽ അയാളോട് പോയി പറയേണ്ടി വരും. അവന്റെ ചൂണ്ടുപറമ്പം അവൻ ചൂണ്ടാനെങ്കിൽ വരട്ടെ. അവൻ ചൂണ്ടുന്നതിന് മുമ്പ് അവന്റെ ഞാൻ പോന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ കളി അപകടമാണ്. അപ്പാക്കും മാമിക്കും തിരിഞ്ഞു പോച്ച എൻ ഉയരെ പോയിടും. സോറി. അപ്പാടെയും മാമിയുടെയും കാര്യം ഓർത്തപ്പോ പെട്ടെന്ന് തമിഴ് വന്നു പോയതാണ്. സാവിത്രിക്കുട്ടിക്ക് സംശയം തോന്നാതിരിക്കാൻ മുരളേട്ടനവിടെ നോക്കി നിൽക്കുമ്പോൾ ഒരു 100 വട്ടം വായി നോക്കിയെന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്നും തോന്നരുത്. ഞാൻ കടയിലേക്ക് വരുമ്പോൾ മുരളിയേട്ടനെ കാണാതിരുന്നാലാണ് എനിക്ക് വിഷമം. മുരളിയേട്ടനെയൊക്കെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാനാണ് കടത്തനാട്ടിൽ നിന്ന് കളരിക്കാരനടുത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് അയാളെ കണ്ടിട്ട് കളരിക്കാരനായിട്ടൊന്നും തോന്നുന്നില്ല. അമ്പലത്തിലെ ചെണ്ടക്കാരൻ മഹാരാരെ പോലെ ഇരിക്കുന്നു. അയാളെ അവിടുന്ന് എത്രയും പെട്ടെന്ന് സാവിത്രിക്കുട്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സാവിത്രിക്കുട്ടി അറിയിക്കാനുണ്ടായിരുന്നു. അത് കേട്ട് കുട്ടി ഞെട്ടുകയില്ല എന്നെനിക്ക് വാക്ക് തരണം. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ വാക്ക് തന്നാൽ മാത്രമേ ഞാനത് പറയൂ. സമ്മതിച്ചു. പറഞ്ഞോളൂ. അത് ഈ ശക്തിയുള്ളവർക്ക് അധികം ബുദ്ധി ഉണ്ടാവില്ലെന്നുള്ളത് പഴഞ്ചൻ പ്രമാണമാണ്. ഇതാണ് കാര്യം. ഇതിലെന്താ ഞെട്ടാനുള്ളത്? അയ്യോ, അതെ അതെ, ഞെട്ടാനുള്ള കാര്യമായില്ല. ഞാൻ പറഞ്ഞത് ആമുഖം മാത്രമാണ്. അതെ, എന്റെ ബദ്ധ ശത്രുവിനെ എന്റെ സഹോദരനായി സ്വീകരിക്കേണ്ടി വരുമോ എന്ന ഭയമാണ് എനിക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മുഴുവൻ കാര്യങ്ങൾ എനിക്കും മനസ്സിലായിട്ടില്ല. എന്നാലും മനസ്സിലായിടത്തോളം വെച്ച് നോക്കുമ്പോ ഉന്നക്ക ഗായത്രിയും അന്ത അയോഗ്യ റാസ്കൽ മുരളിയും തമ്മിൽ കാതൽ, പ്രേമം. അനന്തു, അനാവശ്യം പറയരുത്. അയാളെ കാണുന്നത് പോലും അക്കായ്ക്ക് വലിയ ദേഷ്യമാ. അതാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി. കാസറ്റ് ഉൾപ്പെടെയുള്ള പല തെളിവുകളും എന്റെ കൈവശമുണ്ട്. എല്ലാ വിവരങ്ങളും ഞാൻ ഇന്ന് തന്നെ സ്വാമിയോട് പറയും. അതോടെ അവന്റെ പ്രേമം ഡിം. അയ്യോ, അപ്പക്കിട്ട് പറഞ്ഞ പിന്നെ നമുക്കത് പ്രശ്നമാകും. എന്ന് പറഞ്ഞാലൊന്നും ഒരു നിത്യ ബ്രഹ്മചാരി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നീലി ഭൃങ്ങാതിയാണ് ഏറ്റവും ഉത്തമം. പിന്നെ നല്ല കയ്യോന്നിയിട്ട് കാച്ചിക്കുറിക്ക് എണ്ണയും കൊള്ളാം. ഏതായാലും 2 നേരമുള്ള ഈ കുളി കുട്ടി വർജിക്കണം. പൊക്കോളൂ, പൊക്കോളൂ. അന്തിപ്പിച്ചയ്ക്ക് വന്നവൻ അമ്മയ്ക്ക് നായരായെന്ന് പറഞ്ഞ കൂട്ടത്തിലായാലോ കാര്യങ്ങളൊക്കെ. എന്താ മാഷിന്റെ വീട്ടിൽ അങ്ങനെ വല്ലതും സംഭവിച്ചോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊമ്പനാനയെ കോണാനൊടുപ്പിക്കരുത്. കൊമ്പനാനെന്നല്ല, കഴിയുമെങ്കിൽ ഒരാനെയും കോണാനൊടിപ്പിക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കളരി അഭ്യാസങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റഭ്യാസങ്ങളൊന്നും വേണ്ട. ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തിട്ട് കിട്ടുന്ന കാശും പോക്കറ്റിൽ വേഗം സ്ഥലം വിട്. അയ്യോ, മാഷ് പരസ്പര ബന്ധമില്ല സംസാരിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ. അല്പം വ്യായാമത്തിന്റെ കുറവുണ്ട്. ഭക്ഷണത്തിൽ നെല്ലിക്കയുടെ അംശം കൂട്ടണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി. കളരി ഈയിടെയായിട്ട് ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. എന്റെ ബലമായ സംശയം ആ പട്ടറുടെ 2 മക്കളിൽ ഒരെണ്ണം അവന്റെ വല വീണിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അത്ര എളുപ്പത്തിലൊന്നും ആ പെൺകുട്ടികൾ വല വീഴില്ല. നിനക്കങ്ങനെ അറിയാം? എനിക്കറിയാം. എന്ത് പറഞ്ഞാലും ശരി, എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. നമുക്ക് അവനെ വാച്ച് ചെയ്യാം. വേറെ ജോലിയില്ലേ നിനക്ക്? ഇങ്ങോട്ട് എഴുന്നേറ്റ് ഇവനെന്ത് പോണോ? അത് മാറ്റട്ടെ. ചേടാ, മണ്ണും ചരിയുന്നു പെണ്ണും കൊണ്ട് പോയെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. കളരിപ്പയറ്റ് കാണിച്ച് അവൻ അവളുടെ കരളിക്കയറി പറ്റി. സാവിത്രിക്കുട്ടിക്ക് എങ്ങനെ അബദ്ധം പറ്റി? അപ്പൊ ഇന്നത്തെ കാലത്ത് പേഴ്സണാലിറ്റിക്കൊന്നും ഒരു വിലയില്ലേ? ആ, എല്ലാ ദിവസവും ഇവിടെ വെച്ച് നമ്മളെ കാണുമ്പോ ആളുകൾ സംശയിക്കില്ലേ? എന്നാൽ നാളെ മുതൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് മീറ്റ് ചെയ്യാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെടാ. അമ്പലപ്രേമി. ഇപ്പൊ മനസ്സിലായി താൻ ആരാണെന്നും തന്റെ ഉദ്ദേശം എന്താണെന്നും. എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? വലിയ സന്മാർഗ സദാചാരവാദി. ഇനി താൻ ഞങ്ങളെ ലോഡ്ജിൽ നിന്ന് ഇറക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. ഞാൻ ഈ വിവരം സ്വാമിയോട് ഇപ്പൊ തന്നെ പറയുന്നുണ്ട്. പെട്ടിയും കിടക്കെ കൊടുത്ത് പോകാൻ നോക്ക്.
ഞാൻ പോവാം. ആ. പക്ഷെ അതിനു മുമ്പ് ചിലരുടെ കാസറ്റ് പ്രേമം കൂടി സ്വാമിയെ അറിയിച്ചിട്ടേ ഞാൻ പോവും. എന്ത് കാസറ്റ്, എന്ത് പ്രേമം? കാസറ്റ് കൊണ്ടുള്ള നമ്മുടെ ഈ പ്രേമം അപകടമാണ്. അപ്പാക്കും മാമിക്കും ഏതാവത് തെരിഞ്ചാ എന്നുയിരേ പോയിടും. ഇപ്പോ കാസറ്റുകള് കോടതിയിൽ വരെ തെളിവായി സ്വീകരിക്കുന്നുണ്ട് അല്ലേ വക്കീലെ? കാസറ്റിന്റെ കോപ്പികൾ എന്റെ കൈവശമുണ്ട്. മനസ്സിലായില്ല അല്ലേ? നിങ്ങളുടെ സുഹൃത്ത് ഈ പൂച്ച കണ്ണടച്ച് രഹസ്യമായി പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽസ് ആശാൻ തന്നെ നേരിട്ട് പറഞ്ഞു തരും. ആ പിന്നെ സ്വാമിയെ കാണേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാ പറഞ്ഞാ മതി. നമുക്ക് രണ്ടു കൂടെ ജോഡിയായിട്ട് പോവാം. എടാ ദുഷ്ടാ. സോറി ബ്രദേഴ്സ്, കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ലീക്ക് ആവൂന്ന് പേടിച്ചിട്ടാ. ഓ സ്വാമിയുടെ എന്ന് വീക്ക് കിട്ടും പറയും. അതെ, ഇനി ആ കളരി ഇവിടെ നടന്നത് മുഴുവൻ ആ സ്വാമിയുടെ അടുത്ത് എന്ന് പറഞ്ഞ് ചളമാക്കുമെന്ന. ഞാൻ ആകെ നെർവസ് ആണ്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? നീ വലിയ അഡ്വക്കേറ്റ് അല്ലേ, എന്നെ എന്തെങ്കിലും ഒന്ന് ഉപദേശിക്കടാ. ഞാൻ പറഞ്ഞാ നീ അനുസരിക്കുമോ? അനുസരിപ്പിക്കുന്നവരെ ഞാൻ ഏറ്റു. നീ പറ. ഇത് നിന്റെ പ്രസ്റ്റീജിന്റെ കാര്യമാണ്. അതെ. അനന്തന്റെ മുന്നിൽ നീ തോക്കാൻ പാടില്ല. ഇല്ല. അതുകൊണ്ട് നീ അവന്റെ കാല് പിടിക്കണം. അതെ, അത് മാത്രമേ വഴിയുള്ളൂ. അങ്ങനെ അവനെ കയ്യിലെടുത്ത് പരസ്പരം സഹായിച്ച് നിങ്ങളുടെ പ്രേമങ്ങൾ ഇങ്ങനെ പോവണി. അത് കണ്ട് നീ ഇങ്ങനെ വായിൽ വെള്ളം ഇറക്കി ബ്ലാ 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 എന്ന് നടന്നോ. ഇതിപ്പോ നിങ്ങൾ ബന്ധുക്കളായി. കോബ്രദേശ് രണ്ടുപേരും കൂടി ചേർന്ന് എന്നെയും പ്രേമനെ ഇവിടുന്ന് ഇറക്കി വിടുമോന്നാ എന്റെ പേടി. ഏയ്, അങ്ങനെ തലമറന്ന് എണ്ണ തേക്കുന്നവരൊന്നും അല്ല ഞങ്ങള്. അല്ലേ അനന്താ? ഞാൻ തലയിൽ എണ്ണയെ തേക്കാറില്ല. ആ, അതാണ് തുടക്കത്തിൽ ഞങ്ങളോട് ചൂടായിട്ട് പെരുമാറിയത് അല്ലേ? ഇനി നമുക്ക് കഴിഞ്ഞതെല്ലാം മറക്കാം അല്ലേ? പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സാക്ഷികളായി കണ്ടുവച്ചിരിക്കുന്നത് ജോസിനെയും പ്രേമനെയും ഒക്കെയാണ്. അത് നന്നായിരിക്കുന്നു. സ്വാമി പോയോ? കണ്ണാടിക്കൂട്ടിലെ പലഹാരങ്ങൾ തീർന്നിട്ടില്ല. ഉണ്ടാക്കി വെച്ച പലഹാരങ്ങൾ തീരാതെ സ്വാമി വീട്ടിൽ പോകുന്ന ചരിത്രം ഇല്ലല്ലോ. ശരി, ആദ്യം നമുക്ക് ഓരോന്ന് വീശാം. ഏയ്, നാരായണന്റെ പാലെത്ര? രാവിലെ 3 ലിറ്റർ, വൈകിട്ട് 2 ലിറ്റർ. 5 ലിറ്ററോ? നാരായണ, ഇതാ 3 ലിറ്ററിന്റെ കാശ് ഇപ്പൊ വാങ്ങിച്ചോ, ബാക്കി നാളെ തരാം. നാളേതി നീളേതി ഞങ്ങളും റേഷൻ വാങ്ങിച്ചോടെ സ്വാമി. റേഷനോ പട്ടയോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കേ. ഓ പട്ട. ഓ, പാലിനെ കണ്ടമാനം കാശാവുന്നുണ്ടല്ലോ, കുറയ്ക്കാൻ എന്താ ഒരു മാർഗം? സ്വാമിയുടെ രാവിലെ വൈകിട്ടുള്ള പാലുടി നിർത്തണം. ശരി, ഇതാ ഇന്നു മുതൽ പാൽ കൂടി നിർത്തിയിരിക്കുന്നു. നിർത്തിയല്ലോ? നിർത്തി. ഓക്കെ. പ്രേമ, നീ ആ നാരായണന്റെ കട അടക്കുന്നതിന് ഒരു 3-4 സോഡയും വാങ്ങിച്ചേ. ஏய், என்னடா மாடியில ஒரு கும்பமேளம்? நம்ம அனந்தம் இல்லையா அங்கே? ഉണ്ടല്ലോ, ഞാനല്ലേ ഇപ്പൊ പൊറോട്ട ഇറച്ചിയെല്ലാം വാങ്ങിച്ചു കൊടുത്തത്. എന്താ ബഹളം? നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത സ്ഥിതിക്ക് ഞാനൊരു രഹസ്യം പറയട്ടെ. രഹസ്യം സ്വാമി അറിയരുത്. എനിക്ക് കളരി അറിയില്ല, ഞാൻ കളരി ആശാനുമല്ല. യെസ്, കളരിപ്പയറ്റ് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എനിക്കൊരു ചുക്കും അറിയില്ല. എന്റെ ചേട്ടനാ യഥാർത്ഥ കളരി ആശാൻ അനന്തൻ. ഞാൻ അപ്പുക്കുട്ടനാ, വെറും അപ്പാവി അപ്പുക്കുട്ടൻ. ചേട്ടൻ വീട് നോക്കാതെ നാടോടിയായിട്ട് നടത്താം. സുഖമില്ലാതെ കിടക്കുന്ന അമ്മ, കല്യാണപ്രായമെത്തിയ 2 സഹോദരിമാര്. വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമാ ആരുടെങ്കിലും തല്ലുകൊണ്ടാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് കളരി ആശാൻ അനന്തനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിവൃത്തിയുടെ കൊണ്ട. ആരോ വരുന്നുണ്ട്. അനന്തപുരികളെ സ്വാമി വിളിക്കുന്നു. ഞാനിതാ ഇപ്പൊ വരാന്ന് പറയൂ. ശരി, ചെല്ല്, പോയിക്കോ. സ്വാമിക്ക് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവും. സാരമില്ല, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. യു ഡോണ്ട് വറി. സ്വാമി, എന്താ വിളിച്ചത്? എന്താണെന്താ, നീയും അവരുടെ കൂടെ കൂടിയോ? സ്വാമി, ഇതൊക്കെ എന്റെ ഒരു നമ്പരല്ലേ? മനസ്സിലായില്ല. ഈ തൂക്കിക്കൊല്ലാൻ പോകുന്നതിന് മുമ്പ് കൊലക്കേസ് പ്രതികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ആഹാരം വാങ്ങിച്ചു കൊടുക്കാറില്ലേ? ഏതായാലും അടുത്ത ആഴ്ച ഞാൻ അവന്മാരെ അടിച്ച് സൂപ്പാക്കി പദം വരുത്തി ഇവിടുന്ന് ഇറക്കി വിടാൻ പോവാണ്. അതിന്റെ പാപം എനിക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്തതാ. അപ്പോ ഇത് അവന്മാരുടെ അവസാനത്തെ അത്താഴമാണല്ലേ? ആ, അന്ത്യനാളുകളിലെ അത്താഴങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാം. അകത്തോടാ. അച്യുതം കേശവം വിഷ്ണു ഹരിം സത്യം ജനാർദ്ദനം നാരായണം ഗോവിന്ദ. എന്നക്കാ கேக்கா அனந்தம் இருக்கானே, ஆமா, அவனுக்கு என்ன? அவனுக்கு ஒண்ணும் இல்லடா. அவனுக்கு இனிமே சாப்பாடு அந்த ஹோட்டல்லயே கொடுத்தா போறோம்.
இங்க சாப்பிட்டான்னா அவன் இங்க சாப்பிட வந்தா நம்ம சாவித்திரி கிட்ட சும்மா தொண பேசிக்கிட்டே இருக்கான். சாப்பிட்டு முடிஞ்சா எழுந்து போக வேண்டியதானே, போக மாட்டேங்கிறான். நான் இதை ஏன் சொல்றேன்னா, நம்ம பக்கத்து வீட்டு டீச்சர் இருக்காங்க, அந்த அம்மா பாத்துட்டு சொன்னாங்க. அவங்க ஒண்ணும் தப்பா சொல்லல, இருந்தாலும் ஏக்கா அந்த அனந்த எதுக்கு வந்தேன்னு அந்த டீச்சருக்கு தெரியாது, உனக்குமா தெரியாது? அவன் 2 நாள்ல வேலை முடிச்சு போறான். நீ சொல்றதெல்லாம் கரெக்ட் தான்டா. ஆனா காயத்ரியும் சாவித்திரியும் கல்யாண வயசு வந்த பொம்பளை பசங்க. நாளைக்கு யாராவது ஏதாவது சொன்னா கெட்ட பேர் நமக்கு தானேடா. நம்ம குழந்தைகளை பத்தி நமக்கு தெரியாதாக்கா? அனந்த அந்த மாதிரி ஆள் அல்ல, ரொம்ப தங்கமான மனுஷன். நீ ஒண்ணும் கவலைப்படாத. ஆமா, தங்கமான மனுஷன். எல்லாம் போக போக தெரியும். அக்கா, நாளைக்கு நம்ம 2 பேரும் பார்க்குக்கு வரணும்ல? அனந்து சொல்லியாச்சு. முரளி எங்க வருமா? டெஃபினட்டா வரும். அவங்க 2 பேரும் இப்போ ஃப்ரெண்ட்ஸ் தானே. அவங்க ஃப்ரெண்ட்ஸ் ஆனது எவ்வளவு நல்லா போச்சு. கடவுளே, உன்னை கையெடுத்து கும்பிடுறேன்ப்பா. எனக்கு பயமா இருக்கக்கா. அப்பாவுக்கு தெரிஞ்சா என்ன நடக்க போகுதுன்னு எனக்கே தெரியல. அந்த டைம் சொல்லியாச்சா? சொல்லியாச்சு. 3:30 தானே காலேஜ் முடியற டைம். ஆமா, அப்படின்னா கரெக்டா 4:30. அக்கா தூங்கியாச்சா? எனக்கு தூக்கமே வரல. இன்னுமா தூங்கல? என்னடி 2 பேருக்கு பேச்சு வேண்டி கிடக்கு? நேரம் ஆறுது இல்லையா?